ഹലോ സ്റ്റുഡൻസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്. ഗ്യാസസ് സാധാരണ ലിക്വിഡ്സിൽ ഡിസോൾവ് ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ. നിങ്ങൾക്കറിയാം, അക്വാട്ടിക് ഓർഗാനിസംസ് ബ്രീത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഫോർ ദ ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്, ഇസ്ൻറ്റ് ഇറ്റ്? ഇനി ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ദ യൂണിവേഴ്സൽ സോൾവെൻറ്റ് വാട്ടർ. എല്ലാ ഗ്യാസസും വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് സെയിം ക്വാണ്ടിറ്റിയിലാണോ? അല്ല. സോ ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് ഡിഫറെൻറ്റ് ഗ്യാസസ് ഡിസോൾവ് ടു എ ഡിഫറെൻറ്റ് എക്സ്റ്റെൻറ്റ് ഇൻ ദ സെയിം സോൾവെൻറ്റ്. ഇനി ഒരു പെർട്ടിക്കുലർ ഗ്യാസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ഓക്സിജൻ അല്ലേ, ഈ ഓക്സിജൻ ഗ്യാസ് എല്ലാ ലിക്വിഡ്സിലും ഒരേ ക്വാണ്ടിറ്റിയിലാണോ ഡിസോൾവ് ചെയ്യുക? അല്ല. സോ same gas has different solubilities in different solvents. Okay, the two important factors that affect the solubility of a gas in a liquid are temperature and pressure. ഒരു ഗ്യാസിൻ്റെ ലിക്വിഡിലുള്ള സോലിബിലിറ്റിയെ ടെമ്പറേച്ചർ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. യൂഷ്വലി ദ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് സോൾവെൻറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ഒരു ഗ്യാസ് ഒരു ലിക്വിഡ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ആ ഗ്യാസിൻ്റെ ഡിസൊല്യൂഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ദാറ്റ് ലിക്വിഡ് സോൾവെൻറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇറ്റ് ഈസ് ബിക്കോസ് ദ ഡിസൊല്യൂഷൻ ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് is always accompanied by the liberation of heat energy. ഒരു ഗ്യാസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. അവിടെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ദ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഇൻ ദിസ് പ്രോസസ് ഇസ് നെഗറ്റീവ്. ആസ് എ റിസൾട്ട്, the solubility of a gas in a liquid solvent decreases with the increase in temperature. Okay, next factor that affect the solubility of a gas in a liquid solvent is pressure. Usually the solubility of gases increases with the increase of pressure. ഒരു ഗ്യാസിൻ്റെ പ്രഷർ കൂടുന്തോറും ആ ഗ്യാസ് ഒരു പെർട്ടിക്കുലർ ലിക്വിഡിൽ കൂടുതലായിട്ട് ഡിസോൾവ് ചെയ്യും. ഓക്കെ, the effect of pressure on the solubility of a gas in a liquid solvent can be explained by using Henry's law. It states that the solubility of a gas at a given temperature is directly proportional to the pressure at which it is dissolved. അതായത് ഒരു ഗ്യാസിൻ്റെ പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ആ ഗ്യാസ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിൻ്റെ പ്രഷർ കൂടുകയാണെങ്കിൽ കൂടുതൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യും. അതേസമയം ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിൻ്റെ പ്രഷർ കുറയുകയാണെങ്കിൽ കുറച്ച് ഗ്യാസ് മാത്രമേ ഡിസോൾവ് ചെയ്യുകയുള്ളൂ. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അതിൽ ഒരു മെത്തേഡാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട്. ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്സ് എന്നുള്ള പ്രോസസ്സിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. സോ ദ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്, അതായത് ഒരു ലിക്വിഡിൽ ആ ഗ്യാസ് എത്രമാത്രം ഡിസോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള എമൗണ്ടിനെ നമുക്ക് മോൾ ഫ്രാക്ഷൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, സാധാരണ ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടിനെ ക്യാപിറ്റൽ ലെറ്റർ ബി കൊണ്ടും മോൾ ഫ്രാക്ഷനെ സ്മോൾ ലെറ്റർ എക്സ് കൊണ്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. സോ ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് ഗ്യാസ്? ഇറ്റ് ഈസ് എക്സ് ബി. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ, എക്സ് ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി. ഓക്കെ, വേർ P is the partial pressure of the gas in equilibrium with the solution. അതായത് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസ് ആ ലിക്വിഡിൻ്റെ സർഫേസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് P എന്നുള്ള ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ, എക്സ് ബി is directly proportional to P, or we can write it as
P is directly proportional to XB. Okay. We can change this proportionality sign by multiplying this with a constant. So P is equal to KH. KH into XB. Okay. Where KH is a constant of proportionality and is called Henry's law constant. This is the mathematical expression for Henry's law, and it is similar to the equation of a straight line, that is y is equal to mx plus c. If we plot partial pressure of the gas against mole fraction, we will get a straight line which passes through origin and its slope is equal to kh, that is Henry's law constant. Next, characteristics of Henry's law constant. And the first one is, it is a function of the nature of the gas. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഓരോ ഗ്യാസിനും ഒരു പെർട്ടിക്കുലർ KH വാല്യൂ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള ഒരു ഗ്യാസിൻ്റെ KH വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാസിൻ്റെ നേച്ചറിനെ കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. ദസ് Henry's law constant is a function of the nature of the gas. കൂടാതെ Henry's law constant ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ്. Second characteristic is that the KH values of a gas is different in different solvents and it increases with the increase in temperature. ഒരു ഗ്യാസിൻ്റെ KH വാല്യൂ ഓരോ സോൾവൻസിലും ഡിഫറെൻ്റ് ആയിരിക്കും. കൂടാതെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഗ്യാസിൻ്റെ KH വാല്യൂ ഇൻക്രീസ് ചെയ്യും. The third characteristic is that higher the value of the KH of a gas at a given temperature, lower will be its solubility and vice versa. ഒരു ഗ്യാസിൻ്റെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള KH വാല്യൂവും അതുപോലെ ആ ഗ്യാസിൻ്റെ ആ ടെമ്പറേച്ചറിലുള്ള സോലിബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്, the unit of Henry's law constant is same as that of pressure. Next, applications of Henry's law. സോഫ്റ്റ് ഡ്രിങ്ക്, സോഡ വാട്ടർ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷർ എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നോ അത്രയും അതിൻ്റെ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഡ വാട്ടർ ആൻഡ് എനി അതർ കാർബണേറ്റഡ് ബിവറേജസ്, carbon dioxide is passed at high pressure to increase its solubility. സ്ക്യൂബ ഡൈവേഴ്സ് ബ്രീത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കംപ്രസ്ഡ് എയർ ആണ്. കംപ്രസ്ഡ് എയറിൻ്റെ പ്രഷർ ഹൈ ആയിരിക്കും. സോ നോർമൽ പ്രഷറിലുള്ള എയറിനേക്കാളും ഈ കംപ്രസ്ഡ് എയർ ബ്ലഡിൽ കൂടുതലായിട്ട് ഡിസോൾവ് ചെയ്യും. അങ്ങനെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്ന കംപ്രസ്ഡ് എയറിലെ ഓക്സിജൻ കണ്ടൻറ്റ് മെറ്റബോളിസത്തിന് വേണ്ടി യൂസ് ചെയ്യും, while nitrogen remains as such in the blood. സ്ക്യൂബ ഡൈവേഴ്സ് വാട്ടർ സർഫസിലേക്ക് വരുമ്പോൾ പ്രഷർ ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്യും. അങ്ങനെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള നൈട്രജന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ നൈട്രജൻ്റെ സോലിബിലിറ്റിയും ഡിക്രീസ് ചെയ്യും. Thus, the nitrogen dissolved in blood escapes quickly as tiny bubbles which block blood flow in capillaries. ആ സമയത്ത് സ്ക്യൂബ ഡൈവേഴ്സിന് ജോയിൻസിലും മസിൽസിലൊക്കെ നല്ല പെയിൻ ഉണ്ടായിരിക്കും. ആൻഡ് ദ അഫക്റ്റഡ് പേഴ്സൺ മേ ഫെയിൻറ്റ്, സഫർ ഡെഫ്നെസ്, പാരാലിസിസ് ഓർ ഈവൻ ഡൈ. ആൻഡ് ദാറ്റ് സിറ്റുവേഷൻ ഈസ് റിഫർഡ് ടു ആസ് ബെൻസ്. In order to avoid bends, the divers must return to the surface slowly or spend considerable time in decompression chamber where the pressure is gradually lowered. Bends can also be avoided by using a compressed mixture of helium and oxygen instead of compressed air. കാരണം നൈട്രജനെ കമ്പയർ ചെയ്യുമ്പോൾ ഹീലിയത്തിന് ബ്ലഡിൽ സോലിബിലിറ്റി കുറവാണ്. ഹയർ ആൾട്ടിറ്റ്യൂഡ്സിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജൻ്റെ എമൗണ്ടും കുറവായിരിക്കും. ആസ് എ റിസൾട്ട്,
They become weak and it will reduces their thinking ability, which are symptoms of conditions called anoxia. These are some important applications of Henry's law. I hope you understood the concept. Okay, thank you.